വഖഫ് ഭേദഗതി നിയമമായതോടെ തന്നെ പൊട്ടിപ്പുറപ്പെട്ട മുർഷിദാബാദ് കലാപത്തിൽ ഏറ്റവും കൂടുതൽ ഇരകളായത് ഹിന്ദു സ്ത്രീകളാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ വിജയ് ഹ്രദ്കറുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അക്രമബാധിത പ്രദേശം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ആരും ഭയപ്പെടേണ്ട എന്നും നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നാണ് അവർ ഉറപ്പു നൽകുകയും ചെയ്തത്. രാജ്യവും കമ്മീഷനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഇരകൾക്ക് അവർ ഉറപ്പു നൽകുകയും ചെയ്തു. ഈ സന്ദർശനത്തിന്റെ വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും നടപടി ആവശ്യപ്പെടുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഈ കാലയളവിൽ തന്നെ കലാപത്തിനിടെ ഞങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് ഇരകളായ സ്ത്രീകൾ കമ്മീഷനു മുന്നിൽ വിവരണം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ അക്രമത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഹിന്ദു സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ടാണ് ചെയർപേഴ്സണോട് തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് വിവരിച്ചതും. അതേസമയം സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ സ്ഥിരമായ BSF ക്യാമ്പുകൾ സ്ഥാപിക്കണമെന്നും ഇക്കാര്യത്തിൽ NIA അന്വേഷണം നടത്തണമെന്നും ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ NCW അംഗമായ അർച്ചന മജൂംദാർ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടതും. ഇവിടുത്തെ സ്ഥിതിഗതികൾ ഭയാനകമാണ് എന്നും ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല, വീടുകൾ കത്തി നശിച്ചു, അതുപോലെ തന്നെ വസ്ത്രങ്ങളും പാത്രങ്ങളും അവശേഷിച്ചിട്ടില്ല എന്നും കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം ലഭിക്കുന്നില്ല എന്നും പ്രായമായവർക്ക് മരുന്നുകൾ പോലും ലഭ്യമാകുന്നില്ല. സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ ഇവിടെ വരാൻ അനുവദിക്കുന്നില്ല എന്നും മമതാ സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ സ്ത്രീകൾ വീണ്ടും ബലാത്സംഗവും അക്രമവും നേരിടാൻ വീട്ടിലേക്ക് മടങ്ങണോ എന്നും അവർ രോക്ഷാകുലയായി തന്നെ ചോദിക്കുകയാണ്. കലാപത്തിൽ വീടൊഴിയേണ്ടി വന്ന ആളുകൾ അഭയം പ്രാപിച്ച മാൾഡയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചില സംഘങ്ങൾ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സുധി, ദുലിയാൻ, ജംഗിപൂർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളെക്കുറിച്ച് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ ഏപ്രിൽ 11, 12 തീയതികളിൽ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഹിന്ദു കുടുംബങ്ങൾ ഭവനരഹിതരാവുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. മുർഷിദാബാദ് ആക്രമണത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശിന്റെ പരാമർശത്തെ കഴിഞ്ഞ ദിവസം നിഷ്കർണമാണ് ഇന്ത്യ തള്ളിക്കളഞ്ഞത്. ആദ്യം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിയിട്ട് വേണം മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എന്നതായിരുന്നു ഇന്ത്യ താക്കീത് നൽകിയതും. കഴിഞ്ഞയാഴ്ച ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ 3 പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ന്യൂനപക്ഷ മുസ്ലിം സമുദായങ്ങളെ സംരക്ഷിക്കണമെന്ന് ബംഗ്ലാദേശ് മുൻ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസിന്റെ പ്രസ് സെക്രട്ടറി അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം സ്വന്തം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശി പക്ഷം നടത്തിയ പരാമർശങ്ങൾ ഞങ്ങൾ നിരസിക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ തുടർച്ചയായ പീഡനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കയുമായി സമാന്തരമായി വരാനുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചും വഞ്ചനാപരവുമായ ശ്രമമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.